പിതാവായ ദൈവമേ, അനുഗ്രഹകരണ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്ന, ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും അങ്ങേ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഈശോയെ, ഒത്തിരിയേറെ ദുഃഖഭാരത്തോടെ, ഒത്തിരിയേറെ ദുശ്ശീലങ്ങളിൽ അകപ്പെട്ട് നിന്റെ സന്നിധിയിൽ ഈ വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന മക്കൾക്ക് വലിയ വിടുതൽ കൊടുക്കണമേ, സ്വാതന്ത്ര്യം കൊടുക്കണമേ, സമാധാനം കൊടുക്കണമേ, വിശുദ്ധി കൊടുക്കണമേ, നന്മകൾ പകരണമേ. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന തിരുവചനം മർക്കോസിന്റെ സുവിശേഷം 14 അധ്യായം 38 തിരുവാക്യം. പ്രലോഭനത്തിൽ ഉൾപ്പെടാതിരിക്കുവാൻ ഉണർന്നിരുന്നു പ്രാർത്ഥിക്കുവിൻ. പ്രലോഭനത്തിൽ ഉൾപ്പെടാതിരിക്കുവാൻ, അകപ്പെടാതിരിക്കുവാൻ ഉണർന്നിരുന്നു പ്രാർത്ഥിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, യേശു തൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരെ കൂട്ടിക്കൊണ്ട് ഗെത്സേമനി തോട്ടത്തിലേക്ക് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. തൻ്റെ കൂടെ നിൽക്കും, തന്നെ ശക്തിപ്പെടുത്തും എന്ന് വിചാരിച്ച കർത്താവിന്റെ കോർ ഗ്രൂപ്പിനെയാണ് കൂട്ടിക്കൊണ്ടുപോകുന്നത്. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. ഇവരെ കൂട്ടിക്കൊണ്ടുപോയി ഒരു കൊച്ചുതോട്ടമായിരുന്ന ഒലിവ് മലയിലെ ഗെത്സേമനി തോട്ടത്തിൽ അവിടുന്ന് പോയി പ്രാർത്ഥിക്കുവാൻ പോകുകയാണ്. സാധാരണ യഹൂദര് പ്രാർത്ഥിക്കുമ്പോൾ നിന്നുകൊണ്ടാണ് പ്രാർത്ഥിക്കുക. എന്നാൽ വചനം പറയുകയാണ്, അവിടുന്ന് തൻ്റെ കൂട്ടുകാരെ, ശിഷ്യന്മാരെ വിട്ട് ഒരു കല്ലേറ് ദൂരത്തിൽ മാറി മുട്ടുകുത്തി സാഷ്ടാംഗം വീണ് അവിടുന്ന് പ്രാർത്ഥിച്ചു. അത് ദുഃഖത്തിന്റെ ആധിക്യത്തെയാണ് കാണിക്കുന്നത്. വേദനയുടെ ആഴത്തെയാണ് അത് നമ്മെ കാണിച്ചു തരുന്നത്. അങ്ങനെ രക്തം വിയർക്കുവോളം അങ്ങനെ പ്രാർത്ഥിച്ച് തൻ്റെ ശിഷ്യന്മാരുടെ അടുത്ത് വന്നപ്പോൾ കാണുന്ന കാഴ്ച എന്താണ്? അവർ സുഖമായി കിടന്നുറങ്ങുന്നതാണ്. യേശുവരോട് പറഞ്ഞു, ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരം ദൗർബല്യം നിറഞ്ഞതാണ്. പ്രലോഭനത്തിൽ ഉൾപ്പെടാതിരിക്കുവാൻ, അകപ്പെടാതിരിക്കുവാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിനെന്ന്. പ്രിയപ്പെട്ടവരെ, പ്രലോഭനങ്ങൾ നാം ആരാണെന്ന് തിരിച്ചറിയുന്ന സന്ദർഭങ്ങളാണ്. ദൈവം നമുക്ക് പ്രലോഭനങ്ങളല്ല തരുന്നത്, അവിടുന്ന് നമ്മെ പരിശോധിക്കുകയാണ് ചെയ്യുന്നത്. ദൈവം പരിശോധിക്കുന്ന എന്ത് കാര്യമാണെങ്കിലും ക്ഷമയോടെ നിന്ന് കൊടുക്കാൻ നമ്മൾ പഠിക്കണം. പിശാച് നമ്മെ പരീക്ഷിക്കപ്പെടാനാണ് വരുന്നത്. അവനെ നമ്മൾ തകർത്ത് കളയണം. ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, പിശാച് ഏറ്റവും മെച്ചപ്പെട്ടത് നമുക്ക് വാഗ്ദാനം ചെയ്യുന്നു, ഏറ്റവും മോശമായത് നൽകുകയും ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാക്കിയോ? പിശാച് ഏറ്റവും മെച്ചപ്പെട്ടതാണ് നമ്മുടെ വാഗ്ദാനം ചെയ്യുക, എന്നാൽ ഏറ്റവും മോശമായതാണ് അവൻ നൽകുന്നത്. നിയമാവർത്തന പുസ്തകം 8 അധ്യായം 2 തിരുവാക്യത്തെ നാം വായിക്കുന്നു, നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ എളിമപ്പെടുത്തുവാനും കർത്താവിന്റെ കൽപ്പനകൾ അനുസരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിച്ചറിയാനായിട്ട് കടന്നു വരുമെന്ന്. ദൈവം നമ്മുടെ പക്കലേക്ക് കടന്നു വരുന്നത് ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ജീവിതത്തിൽ അവിടുന്ന് പ്രലോഭനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിത്തീരുന്നത് എന്ന്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പ്രഭാഷകൻ നമ്മെ പഠിപ്പിച്ചു തരികയാണ്, പ്രലോഭനങ്ങളെ നേരിടാൻ നീ തയ്യാറായിരിക്കണം. എന്താണ് ഈ ലോകത്തിലെ പ്രലോഭനം എന്ന് പറയുന്നത്? കണ്ണിന്റെ ദുരാശ, ജഡത്തിന്റെ ദുരാശ, ജീവിതത്തിന്റെ അഹങ്കാരം. ഇതാണ് പിശാച് മനുഷ്യനെ കെണിയൊരുക്കി വീഴ്ത്തുന്നത്. അശുദ്ധമായ സംസാരങ്ങള്, അശുദ്ധമല്ലാത്ത പ്രവർത്തന രീതികള്, അതുപോലെ തന്നെ അശുദ്ധമായിരിക്കുന്ന സ്പർശനങ്ങള്, ഇവയ്ക്ക് ജീവിതത്തെ തകർത്ത് കളയുന്നതാണ്. അതുകൊണ്ടാണ് പറയുന്നത്, കണ്ണിന്റെ ദുരാശകൾ, ജഡത്തിന്റെ ദുരാശകൾ, ജീവിതത്തിന്റെ അഹങ്കാരങ്ങൾ,
ഇതുമൂലമായിട്ട് ജീവിതം നശിക്കുന്നത് നമ്മൾ കാണാറുണ്ടല്ലോ. ചില ആളുകൾ അശ്രദ്ധ, അലസത, അഹങ്കാരം, ഇതാണ് ഒരാളുടെ പരാജയ കാരണം. അലസന്മാര്, അശ്രദ്ധയായി കഴിയുന്നവര്, അഹങ്കാരികൾ, ഇവരുടെ ജീവിതം വലിയ ദുരന്തത്തിലേക്കാണ് പോകുന്നത്. ഒന്നിനോടൊരു ശ്രദ്ധയില്ല. കുട്ടികൾക്കാണെങ്കിൽ പഠിക്കാൻ താല്പര്യമില്ല, ജോലി ചെയ്യുന്നതാണെങ്കിൽ ജോലി ചെയ്യാൻ താല്പര്യമില്ല, വലിയ അശ്രദ്ധ. വേറെ ചിലർക്ക് ഭയങ്കര അലസത. അല്പസമയം പഠിക്കുമ്പോൾ, ജോലി ചെയ്യുമ്പോൾ, ശുശ്രൂഷ ചെയ്യുമ്പോൾ ആകെ ക്ഷീണം, കോട്ടുവായി വരുന്നു, അല്ലെങ്കിൽ ശ്രദ്ധയില്ലാത്തൊരവസ്ഥ. അലസത, അശ്രദ്ധ, അഹങ്കാരം. നമുക്കറിയാം, ധൂർത്തപുത്രൻ തന്റെ അപ്പന്റെ കയ്യിൽ നിന്നും പണം മുഴുവൻ വാങ്ങിച്ച് പോകുകയാണ്. അവന്റെ അഹങ്കാരം കൊണ്ടാണ് എനിക്കെല്ലാം നേടാൻ സാധിക്കുമെന്ന്. അവസാനം എന്ത് സംഭവിച്ചു നമുക്കറിയാം. പന്നികളെ വളർത്തുന്ന പന്നിക്കൂട്ടം വരെ അവന് കടന്നു ചെല്ലേണ്ട വന്നു. ഈ 3 കാര്യങ്ങൾ എൻ്റെ മക്കൾ മനസ്സിൽ ശ്രദ്ധിക്കണം. അശ്രദ്ധ, അലസത, അഹങ്കാരം, ഇതാണ് മനുഷ്യ ജീവിതത്തെ തകർത്ത് കളയുന്നത്. ഈ പ്രലോഭനങ്ങളാണ് പിശാച് നമ്മുടെ മുമ്പിലേക്ക് വെച്ച് തരുന്നത്. അതുകൊണ്ട് പ്രലോഭനങ്ങൾ വിട്ടുമാറണമെങ്കിൽ സാഹചര്യങ്ങൾ ഒഴിവാക്കണം. ഇപ്പൊ കുറ്റം പറയുന്ന ഒരാളുടെ കൂട്ടത്തിൽ നമ്മൾ ചുമ്മാ പോയിരിക്കാന്ന് വിചാരിക്കുക, കുറച്ച് കഴിയുമ്പോൾ നമ്മളും ആ സ്വഭാവത്തിൽ കടന്നു വരും. അല്ലെങ്കിൽ മദ്യപിക്കുന്ന ഒരാളുടെ ഒരു സമൂഹത്തിൽ ചെന്ന് നമ്മളൊരു പാർട്ടിയിൽ പങ്കെടുക്കുകയാണ്, അറിയാതെ കുറച്ച് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ അങ്ങോട്ട് കടന്നു ചെല്ലും. സാഹചര്യങ്ങളെ നമ്മൾ വിട്ടുമാറണം, ഒഴിവാക്കണം. ചിലപ്പോൾ ചില സ്ഥലങ്ങളായിരിക്കാം, ചില സ്ഥലത്ത് ചെല്ലുമ്പോഴായിരിക്കാം നമുക്ക് ചില ദുർവിചാരങ്ങൾ ഉണ്ടായിത്തീരുന്നത്. കളവ് ചെയ്യാൻ, അല്ലെങ്കിൽ വഴക്കടിക്കാൻ, ചില സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ ചില വസ്തുക്കൾ, നമ്മുടെ കൈവശം ചില വസ്തുക്കൾ, അത് പാപഹേതുകരമാകുന്നുവെങ്കിൽ ഈശോ പറഞ്ഞില്ലേ, 2 കണ്ണുകളോടുകൂടി നരകത്തിൽ പോകുന്നതിനേക്കാൾ നിനക്ക് നല്ലത് ഒറ്റക്കണ്ണനായിട്ട് നിനക്ക് സ്വർഗത്തിൽ പോകുന്നതല്ലേ. 2 കൈകളോടുകൂടി നരകത്തിൽ പോകുന്നതിനേക്കാൾ നിനക്ക് നല്ലത് ഒറ്റക്കൈനായിട്ട് സ്വർഗത്തിൽ പോകുന്നതല്ലേ. നിന്റെ കണ്ണാണോ, നിന്റെ കൈയാണോ, ഏത് സ്ഥലമാണോ നിനക്ക് പാപത്തിന് ഹേതുവാകുന്നുവെങ്കിൽ ആ സ്ഥലത്ത് നിന്ന് വിട്ടുമാറുവാൻ, അല്ലെങ്കിൽ ചില വ്യക്തികളോട് വിട്ടുമാറുവാൻ. സജ്ജനങ്ങളുമായി നമ്മൾ സമ്പർക്കത്തിൽ ഏർപ്പെട്ടാൽ നമ്മൾ സത് സ്വഭാവമുള്ളവരായിത്തീരും. സത്സംഗങ്ങൾ നമുക്കുണ്ടാകണം. നന്മ ചെയ്യുന്ന സംഘങ്ങൾ ലോകത്തിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അതിന് പ്രലോഭനങ്ങൾ വിട്ടുമാറണമെങ്കിൽ സാഹചര്യങ്ങൾ ഒഴിവാകണം. സ്ഥലങ്ങളിൽ നിന്ന്, ചില സ്ഥലങ്ങളിൽ നിന്ന് വിട്ടുമാറണം. ചില വസ്തുക്കൾ നമുക്ക് വേണ്ടെന്ന് വെക്കണം. ചില ചിന്തകൾ നമ്മൾ വേണ്ടെന്ന് വെക്കണം. അതുകൊണ്ടാണ് ചില ചിന്തകളാണ് നമ്മെ തിന്മയിലേക്ക് നയിച്ചുകൊണ്ട് പോകുന്നത്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ചിന്ത വിതച്ച് പ്രവൃത്തി, പ്രവൃത്തി വിതച്ച് ശീലം, ശീലം വിതച്ച് സ്വഭാവം. ആദ്യം ചിന്തയാണ് ഉണ്ടായിത്തീരുന്നത്. ഒരു നന്മ ചെയ്യാൻ ഒരു നല്ലൊരു വിചാരം ഉണ്ടായിത്തീരുകയാണ്. ഞാൻ ഓർക്കുകയാണ്, 1995 മാസങ്ങളിൽ, കാലഘട്ടങ്ങളിൽ ജെറൂസലം വചനകൂടാരത്തെക്കുറിച്ച് കുറച്ച് പേർ ഒരു കൊച്ചുമുറിയിലിരുന്ന് പ്രാർത്ഥിച്ചു. ഒരു വാടക കെട്ടിടത്തിലിരുന്നു. ആ മുറിയിൽ 7 പേരാണ് ആരംഭത്തിലുണ്ടായെന്ന് ഞാൻ ഓർക്കുകയാണ്. ആ ചിന്തകൾ പങ്കുവെച്ച് ഒരുമിച്ച് പ്രാർത്ഥിച്ച് വളർന്ന് ദൈവം വളർത്തിയതാണ് ഈ ജെറൂസലം വചനകൂടാരം. കുറെ നല്ല മനുഷ്യർ ഒരുമിച്ച് ചേർന്നപ്പോൾ ഒരിക്കൽ ധ്യാനത്തിൽ കൂടിയ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറഞ്ഞു, ഫാദർ, വീട്ടിൽ 2 വാഹനങ്ങളുണ്ട്. അച്ഛനും പറയുകയാണെങ്കിൽ എൻ്റെ ഇടവകയിലുള്ള വാഹന സൗകര്യമില്ലാത്ത രോഗികളായ മക്കളെ ഞാൻ കൊണ്ടുവരാച്ചോ. അങ്ങനെ പള്ളിയിൽ കൊണ്ടുവന്ന് കുർബാന സംബന്ധിപ്പിച്ച് കുമ്പസാരം നടത്തി കുർബാനയ്ക്ക് കൊടുത്ത് ഞാൻ വീട്ടിൽ കൊണ്ടാക്കിക്കൊള്ളാം. നോക്കുക പ്രിയപ്പെട്ടവരെ, ഓരോരുത്തർക്കും ചെയ്യാൻ പറ്റുന്ന ധാരാളം നന്മകളുണ്ട്. ഒരു കുഞ്ഞിന് ചെയ്യാൻ പറ്റാവുന്ന നന്മകളുണ്ട്. ഒരു യുവാവിന് ചെയ്യാൻ പറ്റുന്ന നന്മകളുണ്ട്. ചിന്ത വിതച്ച് പ്രവൃത്തി, പ്രവൃത്തി വിതച്ച് ശീലം, ശീലം വിതച്ച് സ്വഭാവം. അങ്ങനെ നല്ല നല്ല സ്വഭാവങ്ങൾ ഉള്ളവരായി തീരണം. അതുകൊണ്ട് സാഹചര്യങ്ങൾ ഒഴിവാക്കിയാലാണ്, തിന്മ നിറഞ്ഞ സാഹചര്യങ്ങൾ ഒഴിവാക്കിയാലാണ് നമുക്ക് നന്മ ചെയ്യാൻ സാധിക്കുക. ജെറമയുടെ പുസ്തകം 35-ാം അധ്യായം 8-ാം വാക്യത്തിൽ ഒരു മനോഹരമായൊരു കുടുംബ ചരിത്രം പറയുന്നതാണ്. വായിക്കണം പ്രിയപ്പെട്ടവരെ. ഇങ്ങനെയുള്ള നല്ല കുടുംബങ്ങളെ നമ്മൾ കണ്ടുപിടിക്കണം. നല്ല വ്യക്തികളെ നമ്മൾ കണ്ടുപിടിക്കണം. ഓർക്കുക,
ജെറമ്യ പ്രവാചകന് ഒരു ദർശനമുണ്ടാകുകയാണ്, ഒരു അരുൾപ്പാടുണ്ടാകുകയാണ്. എന്താണ് അരുൾപ്പാട്? റക്കാബിയരുടെ വീട്ടിൽ പോയിട്ട് വീഞ്ഞിന്റെ തോൽക്കുടങ്ങൾ നിറച്ചു വെച്ച് അവിടെ പറയുക, കുടിച്ച് ഉന്മത്തരാകുക. പ്രവാചകനോട് കൊടുത്ത നിർദ്ദേശമാണ്. അങ്ങനെ 35-ാം അധ്യായം 8-ാം വാക്യത്തിൽ വായിക്കുകയാണ്, റക്കാബിയരുടെ മുമ്പിൽ വീഞ്ഞു നിറച്ച കുടങ്ങളും പാനപാത്രങ്ങളും വെച്ച് അവരോട് പറഞ്ഞു, കുടിച്ചുല്ലസിക്കുക എന്ന്. അപ്പോൾ അവരെന്താ പറഞ്ഞത്? റക്കാബിന്റെ മകൻ യോനാദാബ് പറഞ്ഞു, ഞങ്ങളുടെ പിതാമഹൻ പറഞ്ഞിട്ടുണ്ട്, വീഞ്ഞ് കഴിക്കരുത്, മുന്തിരിത്തോട്ടങ്ങൾ നട്ടുപിടിപ്പിക്കേണ്ട, നിങ്ങൾക്ക് ആവശ്യമുള്ള ഞാൻ തന്നുകൊള്ളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഒരിക്കലും വീഞ്ഞ് കുടിക്കുകയില്ല. ഈ തീരുമാനം, ഭൂമിയിലെടുത്ത തീരുമാനം സ്വർഗത്തിലെ ദൈവം കേട്ടു. എന്നിട്ട് ദൈവം 35-ാം അധ്യായം 19-ാം തിരുവാക്യത്തിൽ പറയുകയാണ്, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, എന്റെ സന്നിധിയിൽ ശുശ്രൂഷ ചെയ്യാൻ റക്കാബിന്റെ മകൻ യോനാദാബിന് ആൺതരി അച്ചുപോകുകയില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഭൂമിയിൽ എടുത്ത ഒരു തീരുമാനം സ്വർഗം കേട്ടുകൊണ്ട്, സ്വർഗത്തിന്റെ ദൈവം, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു, എന്റെ സന്നിധിയിൽ ശുശ്രൂഷ ചെയ്യുവാൻ റക്കാബിന്റെ മകൻ യോനാദാബിന് ആൺതരി അച്ചുപോകുകയില്ല. പ്രിയപ്പെട്ടവരെ, ഒരു ചെറിയ തീരുമാനം എടുക്കുമ്പോൾ ദൈവം അവനോട് വാഗ്ദത്തം ചെയ്യുന്ന ആ കർത്താവിനെ കണ്ടുമുട്ടുക. നമുക്ക് ധാരാളം കൃപകൾ ലഭിച്ചിട്ടുള്ളവരുണ്ടാകാം ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നവരിൽ. ശുശ്രൂഷ കൃപകൾക്കനുസരിച്ച ഉത്തരവാദിത്വം നമ്മൾ പ്രകടമാക്കണം. ഒരു പക്ഷെ ഒരു വിദ്യാലയത്തെ നയിക്കാനായിരിക്കാം, ഒരു ദൈവാലയത്തിലെ ഭരണസാരഥിയായിരിക്കാം, ഒരു ധ്യാനമന്ദിരത്തിൻ്റെതായിരിക്കാം, ഒരു കുടുംബത്തിൻ്റെതായിരിക്കാം, ഒരു സംഘടനയുടേതായിരിക്കാം. ആരുമായിക്കൊള്ളട്ടെ, എന്തുമാത്രം കൃപകൾ ദൈവത്തിന്റെ കരത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ടോ അത്രമാത്രം ഉത്തരവാദിത്വത്തോടുകൂടി നീ പ്രവർത്തിക്കുമ്പോഴാണ് കൃപയ്ക്ക് മേൽ കൃപ നമ്മുടെ മേൽ വന്നു നിറയുന്നത്. ആത്മീയമായ മരുഭൂമി ഇന്ന് ഹൃദയങ്ങളിൽ പടരുന്നത് ഞാൻ കാണുകയാണ്. ദൈവമില്ലാത്ത യുവജനങ്ങളെ കാണുകയാണ്, ധാർമ്മികതയില്ലാത്ത ജീവിതം കാണുകയാണ്, വിശ്വാസമില്ലാത്ത പ്രവർത്തന രീതി കാണുകയാണ്, വിശുദ്ധിയില്ലാത്ത ജീവിതങ്ങളെ കണ്ടുമുട്ടുകയാണ്. അതുകൊണ്ട് പ്രശ്നം എന്തുമാണെങ്കിൽ ദൈവം ഇല്ലാതെയായിത്തീരുന്നതാണ് ഒരു ആത്മീയമായ മരുഭൂമി എന്ന് പറയുന്നത്. ഇന്ന് നമ്മുടെ ഹൃദയത്തിൽ ആരാണ് പ്രിയപ്പെട്ടവരിയിരിക്കുന്നത്? ഈശോയ്ക്ക് എന്ത് സ്ഥാനം നമ്മൾ കൊടുത്തിട്ടുണ്ട്? ദൈവികമായ മൂല്യങ്ങൾക്കും സംവിധാനങ്ങൾക്കും എന്തുമാത്രം പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്? റോമക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 7-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ജഡിക താല്പര്യങ്ങൾ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിന്റെ ശത്രുവാണ്. ജഡികമായ താല്പര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിന്റെ ശത്രുവാണ്. ദൈവത്തിന്റെ ശത്രുതയിൽ നിന്ന് ദൈവികതയിലേക്ക് കടന്നു വരണമെങ്കിൽ ദൈവിക കാര്യങ്ങളിൽ താല്പര്യം നമുക്ക് വേണം. ദൈവിക കാര്യങ്ങൾ നമുക്ക് താല്പര്യം ഉണ്ടായാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ, അനുദിന ജീവിതത്തിൽ, അനുനിമിഷം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ സാധിക്കുക. പ്രലോഭനങ്ങളെ അതിജീവിക്കുന്നില്ല എങ്കിൽ നമ്മിൽ എന്ത് സംഭവിക്കും? ദൈവിക ജീവൻ നഷ്ടപ്പെട്ടു പോകും. ദൈവിക ജീവൻ നഷ്ടപ്പെട്ടാൽ എന്താ സംഭവിക്കുക? ഭക്തിക്ക് ഒരു ഭക്തി പ്രവാഹം നമുക്കുണ്ടാകില്ല. പ്രാർത്ഥിക്കാൻ കടന്നു വന്നു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കാൻ ഒരു ജീവൻ ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഭാര്യയോട് എപ്പോഴും തട്ടിക്കയറി സംസാരിക്കുക, സഹപ്രവർത്തകരെ എപ്പോഴും അലോരസപ്പെടുത്തുക, ഒരു അഭിഷേകമില്ലാത്ത അവസ്ഥ, പെട്ടെന്ന് ദേഷ്യം വരിക, ഇതൊക്കെ ദൈവിക ജീവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അവസ്ഥയാണ്. അതുകൊണ്ടാണ് യാക്കോബ് ശ്രീയ തന്റെ ലേഖനത്തിൽ ഇങ്ങനെ പഠിപ്പിച്ചു തരുന്നത്. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 5-ാം തിരുവാക്യത്തിൽ നിന്ന് വായിക്കുന്നു, ദുർമോഹങ്ങൾ ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. ദുർമോഹങ്ങൾ ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. ദൈവിക ജീവൻ നഷ്ടപ്പെട്ടു പോവുകയാണ്.
പാപം അതിന്റെ പൂർണ്ണ വളർച്ചയിലെത്തുമ്പോൾ മരണത്തെ പ്രസവിക്കുന്നു. ആകയാൽ പ്രിയപ്പെട്ടവരെ, പ്രലോഭനങ്ങളെ നമ്മൾ അതിജീവിക്കുന്നില്ല എങ്കിൽ ഒന്നാമതായി ദൈവിക ജീവൻ നഷ്ടപ്പെട്ടു പോകും. രണ്ടാമതായി സ്വർഗം നഷ്ടപ്പെട്ടു പോകും. നമ്മളിപ്പോ ഒരു കുട്ടി പഠിക്കുന്നത് പരീക്ഷയുള്ളത് കൊണ്ടാണ്. ഇപ്പൊ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഈ ശുശ്രൂഷയ്ക്കായി ഒരുങ്ങിയത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഒരു ദൈവജനം പള്ളിയിലേക്ക് വരുന്നത് സ്വർഗമെന്ന സങ്കല്പം ഉള്ളത് കൊണ്ടാണ്. പരീക്ഷകൾ ഉള്ളത് കൊണ്ടാണ് കുട്ടി പഠിക്കുന്നത്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കണം, അതുകൊണ്ടാണ് ഞാൻ ഒരുങ്ങുന്നത്. സ്വർഗമുള്ളത് കൊണ്ടാണ് ദൈവാലയത്തിൽ പോകുന്ന ദൈവിക കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ലോകം സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ പ്രലോഭനങ്ങളെ നമ്മൾ അതിജീവിക്കണം. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 17-ാം വാക്യത്തിൽ വായിക്കുകയാണ്, ചെയ്യേണ്ട നന്മ എന്താണെന്ന് അറിഞ്ഞിട്ടും അത് ചെയ്യാത്തവൻ പാപം ചെയ്യുന്നു. ചെയ്യേണ്ട നന്മ എന്താണെന്ന് അറിഞ്ഞിട്ടും അത് ചെയ്യാത്തവൻ പാപം ചെയ്യുന്നു എന്നാണ് യാക്കോബ് ശ്ലീഹ നമ്മെ പഠിപ്പിക്കുന്നത്. സ്വർഗം നഷ്ടപ്പെടുത്തി കളയാണ്. ഹൃദയത്തിൽ പാപമുണ്ടായാൽ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല. ചെയ്യേണ്ട നന്മ എന്താണെന്ന് ചില കുട്ടികളൊക്കെ പറയാറുണ്ട്, എനിക്ക് നന്നായിട്ട് പഠിക്കുന്ന ആഗ്രഹമുണ്ട്, പക്ഷേ അപ്പനോടും അമ്മയുടെ സ്നേഹത്തോട് പെരുമാറാൻ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ ടീച്ചർമാരെയൊക്കെ ബഹുമാനിക്കണം ആഗ്രഹമുണ്ട്, പക്ഷേ ഈ പക്ഷേ എന്തിനാ കൂട്ടിച്ചേർക്കണമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ചെയ്യേണ്ട നന്മ എന്താണെന്ന് അറിഞ്ഞിട്ടും അത് ചെയ്യാത്തവൻ പാപം ചെയ്യുന്നു, സ്വർഗം നഷ്ടപ്പെടുത്തുന്നു. അതുകൊണ്ട് ഈ പ്രലോഭനത്തെ നമ്മൾ എതിർത്ത് തോൽപ്പിക്കണം. മൂന്നാമതായി, പ്രലോഭനത്തെ എതിർത്ത് തോൽപ്പിക്കുന്നില്ല എങ്കിൽ നമ്മുടെ സമാധാനം നഷ്ടപ്പെട്ടാൽ പോകും. സമാധാനം ഉണ്ടാവില്ല. എനിക്ക് സമാധാനം ഉണ്ടാവില്ല, എന്റെ കൂടെ നിൽക്കുന്നവർക്ക് സമാധാനമില്ല. എവിടെയൊക്കെ കടന്നു ചെല്ലുന്നവരോട് അവിടെ അസമാധാനവും അസന്തുഷ്ടിയുമാണ് ഉണ്ടാക്കി തീർക്കുന്നത്. പ്രഭാഷകന്റെ പുസ്തകം 19-ാം അധ്യായം 4-ാം തിരുവാക്യം നമ്മെ അനുസ്മരിപ്പിച്ചു തരികയാണ്, പാപം ചെയ്യുന്നവൻ തനിക്ക് തന്നെ തിന്മ വരുത്തി വയ്ക്കുന്നു, രമ്യതയിൽ കഴിയുന്നവനാണ് സമാധാനം കിട്ടുന്നത്. അനുരഞ്ജനപ്പെടുന്നവർക്കാണ് സമാധാനം ഉണ്ടായിത്തീരുന്നത്. സമാധാനം സംസ്ഥാപിക്കുന്നവരെ കുറിച്ച് യേശു പറയുന്നത്, ഈ ഭൂമിയിൽ സമാധാനം സംസ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടുമെന്ന്. അപ്പോൾ ദൈവത്തിന്റെ പുത്രന്മാരായി തീരണമെങ്കിൽ നമ്മൾ നമ്മുടെ പ്രലോഭനങ്ങളെ എതിർത്ത് തോൽപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കണം. മാത്രവുമല്ല, മനുഷ്യബന്ധങ്ങളുടെ വിള്ളൽ ഉണ്ടായിത്തീരും എന്തുണ്ടായാൽ? പ്രലോഭനം ഉണ്ടായാൽ. അതുകൊണ്ട് നമ്മുടെ ഏതെങ്കിലും ബന്ധങ്ങൾ ശിഥിലമായി തീർന്നിട്ടുണ്ടെങ്കിൽ, മാതാപിതാക്കന്മാർ തമ്മിലോ ഗുരുഭൂതർ തമ്മിലോ സഹപ്രവർത്തകർ തമ്മിലോ ജീവിത പങ്കാളിയെ തമ്മിലോ സഹപ്രവർത്തകർ തമ്മിലോ ജീവിത ബന്ധങ്ങളിൽ വിള്ളൽ ഉണ്ടാകുമ്പോൾ കർത്താവിന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, നീ ചിന്തിക്കണം, ഞാൻ ഏതെങ്കിലും പ്രലോഭനത്തിൽ അകപ്പെട്ടാണോ ഇരിക്കുന്നത്? ആ പ്രലോഭനങ്ങളെ അതിജീവിക്കാനായിട്ടുള്ള കൃപയാണ് മക്കളെ നമ്മൾ ഓരോരുത്തരും ആർജിച്ചെടുക്കേണ്ടത്. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഓരോ നിമിഷവും ഞങ്ങളുടെ കൺമുമ്പിലൂടെ കടന്നു വരുന്ന ഒത്തിരിയേറെ പ്രലോഭനങ്ങൾ അതിജീവിക്കാൻ ആവശ്യമായ ആത്മീയമായ ശക്തി ഞങ്ങൾക്ക് തരണമേ. അനുദപിച്ച് പാപങ്ങൾ ഏറ്റുപറയുവാനായിട്ടുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. മുൻകാലങ്ങളേക്കാൾ കൂടുതൽ നന്മകൾ കൈവരിക്കുവാനായി നീ പ്രലോഭനങ്ങളെ ചെറുത്തു തോൽപ്പിക്കാൻ തയ്യാറാകുക. കർത്താവേ, ഞങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത ഗണവും വിശുദ്ധ ജനവും ദൈവത്തിന്റെ സ്വന്തം ജനവുമാണെന്ന് പത്രോസ് ശ്ലീഹ നമ്മെ അനുസ്മരിപ്പിക്കുന്നു. 1 പത്രോസ് 2:9 പറയുന്നു, നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത ഗണവും വിശുദ്ധ ജനവും ദൈവത്തിന്റെ സ്വന്തം ജനവുമാണ്. ആമേൻ.
എൻ്റെ പേര് ബീന, സ്ഥലം പുതുക്കാട്. ഞാൻ എൻ്റെ മകന് വേണ്ടിയാണ് സാക്ഷ്യം പറയുന്നത്. അവൻ നടന്നു തുടങ്ങിയ അന്ന് മുതൽ ഇപ്പോൾ അവന് 18 വയസ്സായി. അവൻ്റെ കൈയും കാലും വിശർപ്പ് ഒഴുകിയിട്ട് അവന് പള്ളിയിൽ കുർബാനയ്ക്ക് നിൽക്കാനും അവന് പിള്ളേരുള്ള കളിയാക്കുന്ന അവസ്ഥയായിരുന്നു. ഇവിടെ പട്ടത്തച്ഛൻ കൺവെൻഷൻ്റെ 4ാമത്തെ ദിവസം ആരാധനയ്ക്ക് തൊട്ട് മുന്നേ വിളിച്ചു പറഞ്ഞു, 2 കുട്ടികളുടെ കൈയും കാലും വിയർക്കുന്ന അവസ്ഥ ഈശോ എടുത്തു മാറ്റുന്നു. ഇതുവരെ എൻ്റെ മോൻ്റെ കൈയും കാലും ഇതുവരെ ഉണ്ടായിട്ടില്ല. അതിനുശേഷം യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഇവിടെ വരെ കൺവെൻഷന്റെ സാക്ഷ്യങ്ങളാണ് കേൾക്കുന്നത്. കൈ വിയർക്കുന്ന 2 പേരെ, അതിലതാ ഒരു മകൻ, അമ്മയുടെ മകൻ കടന്നു വന്നിരിക്കുകയാണ്. പരീക്ഷ എഴുതുന്ന സമയത്തൊക്കെ കുടുകുട വിയർക്കുന്നവര്, പരീക്ഷ എഴുതാൻ പറ്റാത്ത ബുദ്ധിമുട്ട് ആ കുട്ടികൾക്കാണ് അതിന്റെ സങ്കടം അറിയുക. അമ്മ അത് പ്രാർത്ഥിച്ചു, കൺവെൻഷൻ സംബന്ധിച്ചു, അത്ഭുതകരമായി സൗഖ്യം കിട്ടിയിരിക്കുകയാണ്. കൈകളടിച്ച് കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. എൻ്റെ പേര് സിൻസി, ഹസ്ബൻഡ് പേര് ബിജു. കല്യാണം കഴിഞ്ഞിട്ട് 6 വർഷമായി. കുട്ടികളുണ്ടായിരുന്നില്ല. ഞങ്ങൾ ദുബായിലാണ് വർക്ക് ചെയ്യണത്. എൻ്റെ നാത്തൂൻ്റെ അമ്മ ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ സാധിക്കാവുന്ന എല്ലാ വെള്ളിയാഴ്ചകളും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും കൊന്ത എത്തിക്കുകയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. ആള് 2010 കൊന്ത ചൊല്ലി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. അതിൻ്റെ ഫലമായി 2011 ഞങ്ങൾക്ക് ഒരു കുഞ്ഞിനെ ദൈവം ദാനമായി നൽകി. അതിന് സാക്ഷ്യം പറയാനാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത്. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ദുബായിൽ കഴിയുന്ന ഒരു ദമ്പതിയുടെ സാക്ഷ്യമാണ്. ഇപ്പോൾ ദുബായിലിരുന്ന ആളുകൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. 6 വർഷങ്ങൾക്ക് ശേഷം ദൈവം നൽകിയ സ്നേഹ സമ്മാനമാണ്. ഒരു കുടുംബത്തിന്റെ കണ്ണുനീര് കർത്താവ് കണ്ടുകൊണ്ട് കണ്ണുനീരിലുടച്ച് ഒരു നല്ല ആൺകുഞ്ഞിനെ കർത്താവ് ഇതാ സമ്മാനമായി നൽകിയിരിക്കുകയാണ്. കൈകൾ ഉയർത്തിയടിച്ച് കർത്താവിനോട് നമുക്ക് നന്ദി പറയാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. പാടുക നീ